കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നെ ട്രെയിലർ റിയാക്ഷനായിട്ട് എടുക്കാണ്ട് അതിനെക്കുറിച്ച് എനിക്കെന്താ തോന്നുന്നതെന്നുള്ള രീതിയിൽ ആ കഥ എന്താണെന്നുള്ള രീതിയിലൊരു ഡീകോഡിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഹിന്ദു മിത്തോളജി ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. യുഗത്തിൻ്റെ അന്ത്യത്തിലാണ്, അവസാനത്തെ ഒരു നഗരത്തിലാണ് അവർ നിൽക്കുന്നത്. അത് കാശിയാണ്. അതിൽ പറഞ്ഞു വെക്കുന്നത് ആദ്യത്തെ നഗരവും അവസാനത്തെ നഗരവും കാശി തന്നെയാണ്. ലോകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നഗരമായിട്ട് അതിനെ പറയുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു ഡിക്റ്റേറ്റർഷിപ്പായിട്ടുള്ള ഒരു ഭരണമാണ്. അവിടുത്തെ രാജാവോ അല്ലെങ്കിൽ എംപററോ എന്ത് വേണമെങ്കിലും പറയാം, പുള്ളിയാണ് അവിടെ എല്ലാം നിശ്ചയിക്കുന്നത്. ആളുകൾക്ക് അത്രയും എല്ലാ ഫെസിലിറ്റിയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. ആളെന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കുന്ന ഒരു കൺട്രോൾഡായിട്ടുള്ള ഭരണമാണ്. അവിടെ ഒരു വലിയൊരു പിരമിഡ് പോലത്തെ സാധനം എയറിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതിങ്ങനെ തൂങ്ങിക്കിടക്കണോ അല്ലെങ്കിൽ എയറിൽ നിൽക്കുകയാണത്. അതിൽ മാത്രമാണ് വെള്ളമുള്ളത്. അവിടെ നിന്ന് എത്ര വെള്ളം എല്ലാവർക്കും കൊടുക്കണോ എന്നുള്ളതൊക്കെ ആ ഡിക്റ്റേറ്റർ തീരുമാനിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ അമിതാഭ് ബച്ചൻ്റെ റോള് ചെയ്യുന്ന അശ്വത്ഥാമയുടെ റോള് ചെയ്യുന്ന അമിതാഭ് ബച്ചനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളെ മാത്രം ഞാൻ രക്ഷിക്കുകയുള്ളൂ എന്നാണ്. ആ രക്ഷിക്കുന്ന ആളെ കാണിച്ചുകൊണ്ട് ഡയറക്റ്റ് കാണിക്കുന്നത് നമ്മുടെ ദീപിക പദുകോണിനെയാണ്. പുള്ളിക്കാരി ഗർഭിണിയാണ്. അപ്പോൾ അതിൻ്റെ വയറ്റിലുള്ള കൊച്ചിനെയാണ് എനിക്ക് തോന്നുന്നു കൽക്കിയായിട്ട് പറയുന്നത്. അശ്വത്ഥാത്മ എന്ന് പറയുന്ന ക്യാരക്ടറും ഡയറക്റ്റ് നമ്മുടെ ഹിന്ദു മിത്തോളജിയിലുള്ള അതേ അശ്വത്ഥാത്മയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു 99% അങ്ങനെ തന്നെയാണ്. പുള്ളി ഇത്രയും നാളും ജീവിച്ചിരിക്കുകയാണ്. മരണമില്ലാത്ത ഒരാളായിട്ടാണല്ലോ അതിലും ഹിന്ദു മിത്തോളജിയിലും പറയുന്നത്. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. സോ അശ്വത്ഥാത്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഈ കുട്ടീനെയാണ്. കാരണം ഈ കുട്ടിയാണ് ഇനി ഈ നഗരത്തെ രക്ഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയെ തന്നെ രക്ഷിക്കാൻ പോകുന്നത് ഈ കുട്ടിയാണ്. അപ്പോൾ ദീപികയുടെ അടുത്തോട്ടാണ് അശ്വത്ഥാമ ഇനി പോകാൻ പോകുന്നത്. ആ കുട്ടിയെ രക്ഷിക്കാനും കുട്ടിയെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കുന്നതിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അമിതാഭ് ബച്ചൻ നടക്കുന്നത്. നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പ്രഭാസിൻ്റെ ക്യാരക്ടർ ഭൈരവ എന്ന് പറയുന്നത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഈ ദീപിക പദുകോണിന് എന്താ പറയുക, നമ്മുടെ ഡിക്റ്റേറ്ററിന് വേണമെന്നുണ്ടെന്ന് വെച്ചാൽ മേ ബി ആ കുട്ടിയുടെ കാര്യം അറിഞ്ഞിട്ട് കൊല്ലാനോ അല്ലെങ്കിൽ തടങ്കലിൽ വെക്കാനോ എന്തെങ്കിലും ആയിരിക്കും. അത് വ്യക്തമല്ല. പക്ഷേ ഡിക്റ്റേറ്ററും ദീപിക പദുകോണിൻ്റെ പിന്നാലെയാണ്, അമിതാഭ് ബച്ചനും ദീപിക പദുകോണിൻ്റെ പിന്നാലെയാണ്. സോ ഇതിൻ്റെ ഇടക്ക് ആ കുട്ടിയെ എന്ന് വെച്ചാൽ ദീപിക പദുകോണിനെ കൊടുക്കണമെങ്കിൽ അത് ഞാൻ വിചാരിക്കണം, എനിക്കേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പ്രഭാസിൻ്റെ ഭൈരവ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രഭാസിൻ്റെ ഏതൊരു കൺട്രോളിലാണ് പുള്ളിക്കാരി ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു എൻവയറമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ചിലപ്പോൾ പ്രഭാസിൻ്റെ കയ്യിലായിരിക്കും. പ്രഭാസ് ഭയങ്കര ടെക്നോളജിക്കലി ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. സോ അത് കാരണം കൊണ്ട് തന്നെ ഡിക്റ്റേറ്ററിന് ഒരു പരിധി കൂടുതൽ ആളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, ആളുടെ കൺട്രോളിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അശ്വത്ഥാമയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സോ പുള്ളി നല്ല ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. ഒരു ബുജി എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, സൊഫിസ്റ്റിക്കേറ്റഡ് ലെവലിൽ ഉള്ളൊരു വണ്ടിയാണത്. ഭയങ്കര ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. സംസാരിക്കുന്നുണ്ട് ആളുകളോട്. ഭയങ്കര എന്താ പറയുക, ട്രൂത്ത് ദ ഫേസ് ആണ്. ഫാക്ട്സ് ഒക്കെ ഡയറക്റ്റ് പറയും. അല്ലാതെ അതിൽ വളച്ചുകെട്ടലൊന്നും ഇല്ലാത്തൊരു സംസാരമാണ്. ഒരു എന്താ പറയുക, സാവേജ് ഒരു പേഴ്സോണയാണ് അതിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ വീഡിയോയിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭൈരവ ഇവരിൽ നിന്ന് എന്താ പറയുക, ദീപിക പദുകോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, അശ്വത്ഥാമയുടെ ഒരു ആളുടെ കാര്യം അറിഞ്ഞിട്ട് ആളെന്തുകൊണ്ടാണ് ദീപിക പദുകോണിൻ്റെ പിന്നാലെ വരുന്നതെന്ന് അറിഞ്ഞിട്ട് ആളുടെ ഒപ്പം നിൽക്കുമോ, അതോ ഡിക്റ്റേറ്ററിൻ്റെ ഒപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റുപാടുണ്ടാവുമോ എന്നുള്ളതായിരിക്കും സ്റ്റോറി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതൊരു ഫസ്റ്റ് പാർട്ടായിരിക്കും. മേ ബി ഇത് കഴിഞ്ഞിട്ട് കൊച്ചി വലുതാവുന്നതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ ഉണ്ട്, ചിലപ്പോൾ വരാം, എനിക്കറിയില്ല ശരിക്കും. പക്ഷേ കൊച്ചി ഇപ്പോഴും ജനിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാവുന്നേ ഉള്ളൂ.
സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്ലോട്ടായിട്ട് വരുന്നത്. നമ്മുടെ ഡിക്റ്റേറ്റർ ഉണ്ട്, പ്രഭാസ് ഉണ്ട്. പ്രഭാസിൻ്റെ കൺട്രോളിൽ, അല്ലെങ്കിൽ ആ ഏരിയയുടെ കൺട്രോളിൽ, ആ ഏരിയയിലാണ്, പ്രഭാസിൻ്റെ കൺട്രോളിലുള്ള ഏരിയയിലാണ് ദീപിക പദുകോൺ. അശ്വത്ഥാത്മ ഉണ്ട്, പുള്ളിയും ദീപിക പദുകോണിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റ് പോലെ, ബുജീനെയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന പോലെ അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട്. സോ അത് മേ ബി പ്രഭാസും അശ്വത്ഥാത്മയും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ ആയിരിക്കാം. സോ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ കൊച്ചിന് നല്ല ദിവ്യശക്തിയുണ്ട്. ആൻഡ് ഈ കൊച്ചിൻ്റെ കാര്യം അറിയാവുന്ന വേറൊരാളാണ്, മേ ബി അയാളായിരിക്കും എംപറർ, അയാളായിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മേ ബി ഡിക്റ്റേറ്ററിനെയൊക്കെ മുകളിൽ നിൽക്കുന്ന ആളായിരിക്കാം, എംപറിനെയൊക്കെ മുകളിൽ നിൽക്കുന്ന ആരായിരിക്കും, ശരിക്കും അറിയില്ല എന്താ കാര്യമെന്ന്. എന്തായാലും അതാണ് മെയിൻ വില്ലൻ എന്നാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ ക്രൂഷ്യൽ റോൾ എന്ന് പറയുന്നത് അതാണ്. വേറെ ആരുമല്ല, നമ്മുടെ കമൽഹാസൻ. പുള്ളി ആകെ ഒരു ഡയലോഗ് മാത്രമേ പറയുന്നുള്ളൂ, പുതിയ യുഗം വരും എന്നും പറഞ്ഞിട്ട്, പുതിയ ലോകം വരും എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അവസാനം പറയുന്നുണ്ട്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരു ബാഹുബലി 1 പോലെ ഒരു ബിഗിനിങ് മാത്രമാണ്. അതിലെ ക്രൂഷ്യൽ റോൾസിൽ വരുന്ന കുറച്ച് പേരെ മാത്രമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് അശ്വത്ഥാമ എന്ന് പറയുന്നത് സ്പിരിച്വലി അല്ലെങ്കിൽ ജന്മന കുറേ പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം പോലെ വയസ്സായിട്ട് നിൽക്കുന്നൊരു ഇതിലാണ് അമിതാഭ് ബച്ചൻ ആ റോളിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുറച്ച് അവശതയായിട്ടുള്ള എന്നാൽ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു താരതമ്യേന ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആയിട്ടാണ്, യങ്സ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് നമ്മുടെ പ്രഭാസ് വരുന്നത്. ആ ഒരു ഡിക്റ്റേറ്റർ റോളിൽ വേറെ ഒരാളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയുക സാധു അല്ലെങ്കിൽ സ്പിരിച്വലി ഭയങ്കര അവേക്കനിങ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഗ്ലിംസ് പോലെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ കമൽഹാസനെയാണ്. അദ്ദേഹത്തിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് മേ ബി കൺട്രോൾ ചെയ്യുന്ന, എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന, ഡിക്റ്റേറ്ററിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും. പിന്നെ ദീപിക പദുകോണിനെ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ, എന്താ ഗർഭിണിയായിട്ടിരിക്കുന്നത്. ആ ഗർഭിണിയായിരിക്കുന്ന ആ കുട്ടി, ഐ മീൻ ആ ജനിക്കാത്ത കുട്ടിയാണ് മെയിനായിട്ടുള്ള ലീഡ് എന്ന് പറയുന്നത്. അതിനി അടുത്ത് എന്താ പറയുക പാർട്ട് 2, പാർട്ട് 3 ഇതൊക്കെ ശരിക്കും പുള്ളി ആരായിരിക്കും എന്നൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ കുറച്ച് എന്തുണ്ട്, ശോഭനനെ കണ്ടു, അന്നാബെന്നെ കണ്ടു, ശരത് കുമാറിനെ കണ്ടു. പിന്നെ വേറെ നമ്മൾ സലാറിൽ കണ്ടിട്ടുള്ള പൃഥ്വിരാജിൻ്റെ അനിയനില്ലേ, പുള്ളിയാണെന്ന് തോന്നുന്നു, ആളെ കണ്ടു. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ പ്ലോട്ട് നല്ല രസമുണ്ട്. അത് കുറച്ചും കൂടി റിയലിസ്റ്റിക്കാണ് സംഭവം. റിയലിസ്റ്റിക് ഇൻ ദ സെൻസ് ആ ഒരു അവസാന കാലത്തെ നടക്കുന്ന കാര്യങ്ങളും ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും അതെല്ലാം ഒരുമാതിരി ബിലീവബിൾ കാര്യങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. മെയിൻലി ആ ഒരു ബുജി എന്ന് പറയുന്ന ക്യാരക്ടർ, ഒരു വണ്ടിയുടെ ക്യാരക്ടർ, അതൊരു രസമായിട്ട് തോന്നുന്നുണ്ട്. അതിനോടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട് പ്രഭാസിൻ്റെ, അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ നോക്കാം എങ്ങനെ വരുമെന്ന്. എന്തായാലും ഇതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് തന്നെ കമൻറ്റ് ചെയ്യും. സോ ബൈ.